ജഗതി വർക്കെന്ന് പറഞ്ഞു അവിടെ ആരുമില്ല, ദൈവം പോലും ഉണ്ടാവും. ഞാൻ മോഹൻലാല് SFIയുടെ ഭാഗമായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ അന്ന് അതിൻ്റെതായിട്ടുള്ള ടെററും കാര്യങ്ങളും ബഹളവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയായിട്ട് അങ്ങനെ വലിയ അടിയും ബഹളവും നടന്നിരുന്നില്ല. ഇപ്പൊ പൊന്നമ്മ ചേച്ചി, മറ്റേ നമ്മുടെ സുകുമാരിയമ്മ, മീനാമശി, ഇവരൊക്കെ ഉള്ള സമയത്ത് പൊടിമോള് ഇവരൊക്കെ ഉള്ളപ്പോഴും ഇവരുടെയൊക്കെ മുറിയിലൊക്കെ നമ്മൾ സാധാരണ വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തട്ടി പാതിരാത്രിയൊക്കെ തട്ടി വെള്ളമായി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇപ്പം സന്ധ്യാസമയത്ത് ഒരു മുറി ചെന്ന് തട്ടാൻ പറ്റും ഒരു ആർട്ടിസ്റ്റ്. മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ ജയറാമിൻ്റെയോ സുരേഷ് ഗോപിയുടെയോ താല്പര്യത്തിന് ഞാൻ എന്നെ മാറ്റണം. അങ്ങനെ മാറ്റുന്ന ഞാൻ പിന്നെ എന്തിനാണ് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞ് നടക്കുന്നത്? വേറെ ഏതെങ്കിലും പേര് വിളിച്ചാൽ പോലെ. നിങ്ങളെ 10 പേരെ അങ്ങനെ വിടാൻ നോക്കില്ല, ഒരു മാഷമായിട്ട് വിടാൻ നോക്കില്ല. ആണ് എന്ന് പറഞ്ഞ് 2 സാറുമാർ വേണമെന്ന് പറഞ്ഞിട്ട് ജഗദീഷിനെ കൂടെ അന്ന് കൊണ്ടുവരികയാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സമകാലീനനാണ്. അവരുടെ സിനിമകൾക്കൊപ്പം സഞ്ചരിച്ച താരം. പക്ഷേ മമ്മൂക്കയും മോഹൻലാലിനെയും പോലെ ഒരു സൂപ്പർതാര പദവിയിലെത്തിയില്ലെങ്കിലും ഇന്നും മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമായിട്ട് അദ്ദേഹമുണ്ട്. 40 വർഷം, ഒരു 4 പതിറ്റാണ്ട് സിനിമയുടെ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഫിഗറാണ് ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും തുറന്നു പറയട്ടെ, നമ്മുടെ ക്യാൻ ചാനലിൻ്റെ പല ഇൻ്റർവ്യൂ കാണുമ്പോഴും പ്രേക്ഷകർ ഒരുപാട് ആകാംക്ഷയോട് ചോദിക്കുന്ന ഒരു പേരാണ്. ഞങ്ങൾക്ക് സന്തോഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം. ഇന്നത്തെ അതിഥി സന്തോഷാണ്. സന്തോഷ് കേശവൻ നായർ, സന്തോഷ് കെ നായർ എന്ന സന്തോഷ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും അല്ലെന്ന് തോന്നുന്നു. വലിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഈ താരങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച് 40 വർഷം ആകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. 40 അല്ല, 43 വർഷം. 82-ലാണ് ആദ്യത്തെ. 82 ഈ ജൂൺ ആകുമ്പോൾ 43 വർഷം വരും. ഈ താടി മീശയൊക്കെ ഭയങ്കര ഗെറ്റപ്പ്. എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടൻ, എനിക്ക് തോന്നുന്നു ഈ ഗെറ്റപ്പാണെന്ന് തോന്നുന്നു കുറച്ചു കാലം കോപ്പി അടിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ 7-8 വർഷമായി. ഞാൻ തന്നെയാണ് ആദ്യം വെച്ചത്. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ചിലർ വെച്ചിട്ടുണ്ട്. തെലുങ്കിലെ ചില നടന്മാർ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചില നടന്മാർ വെച്ചിട്ടുണ്ട്. പണ്ടേ അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. MG കോളേജ് പഠിക്കുമ്പോൾ തന്നെ അന്നത്തെ പുതിയ ട്രെൻഡിന് പുറകെ പോയ ആളാണ്. ബെൽ ബോട്ടം പാൻറ്റും ബേബി കോളർ ഷർട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ബാച്ച് എങ്ങനെയായിരുന്നു, അന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഹിന്ദി പടം റിലീസാകും ശ്രീകുമാർ തിയേറ്ററിൽ. അതിൻ്റെ തൊട്ടടുത്ത് വൈശാഖിൽ ഇംഗ്ലീഷും ഹിന്ദി ഇങ്ങനെ 2 പടം അവിടെ റിലീസാകും. അപ്പോൾ വെള്ളിയും ശനിയും ഇത് കാണും. ശനിയാഴ്ച പോയിട്ട് അതിലെ ഹീറോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പോയിട്ട് തുണി വാങ്ങാം. ഞായറാഴ്ച തയ്പ്പിക്കുക, തിങ്കളാഴ്ച ഇടുക. അങ്ങനൊരു സംഗതി ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ളതാണ്. ഞാനുണ്ട്, അനിലുണ്ട്, ഗോപകുമാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ബാച്ചിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു സ്കൂളിൽ, സെന്റ് ജോസഫ് സ്കൂളിൽ. സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കി അന്നേ ഉണ്ടാക്കി. സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ രാജേഷ് ഖന്നയുടെ പടങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോലത്തെ അതേ മറ്റേ ഡിസൈൻ ഷർട്ട്, പണ്ട് ഈ ഇങ്ങനെ തയ്ക്കുന്ന ഒരു സ്ട്രൈപ്സ് ഒക്കെ അങ്ങനെ തയ്ക്കുന്ന ഒരു സാധനം വരുമായിരുന്നു. പിന്നെ പാൻറ്റിന്റെ അതേ ക്ലോത്തിൽ തന്നെ ഷർട്ട് തയ്ക്കുക, ഈ കയ്യിലൊക്കെ പോക്കറ്റ് വെക്കുക, ഇതൊക്കെ അന്ന് ചെയ്തിരുന്നതാണ് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത്. അന്നത്തെ കാലത്ത് അധ്യാപകർ വരെ ബസ്സിൽ വരുന്ന സമയത്ത് MG കോളേജിന്റെ ഗേറ്റ് കടന്നു വരുന്ന ബുള്ളറ്റ് വരുന്ന അപൂർവം ആൾക്കാരുടെ കൂടിയാണ്. ആ ഓർമ്മകളൊക്കെ പങ്കുവെക്കാമോ? ഉണ്ട്. എന്ന് വെച്ചാൽ അന്ന് 79 ബുള്ളറ്റുമായിട്ടാണ് ആദ്യമായിട്ട് MG കോളേജിൽ പോകുന്നത്. അന്ന് ഫോർ രജിസ്ട്രേഷൻ ബുള്ളറ്റുള്ള ഞങ്ങൾ 2-3 പേരുണ്ട് അവിടെ. ഒന്ന് ജഹാംഗീർ എന്ന് പറയും, ആറ്റിങ്ങിലുള്ളതാണ്. പിന്നെ ഒന്ന് മോഹൻ. പിന്നെ ഉണ്ടായിരുന്നത് പഴയ മിനിസ്റ്റർ വക്കം പുരുഷോത്തമൻ്റെ മകൻ. ഞങ്ങളുടെ കോളേജിലല്ല, പക്ഷെ ഞങ്ങളുടെ കമ്പനിയായിരുന്നു. ബിജു മരിച്ചുപോയി ഇപ്പം. ബിജുവിനുണ്ടായിരുന്നു. പിന്നെ പഴയ മിനിസ്റ്റർ ഷിബു ബേബി ജോണിൻ്റെ ബ്രദർ ഷാജി ബേബി ജോൺ, അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബാച്ച്. അവർ വേറെ കോളേജാണെങ്കിലും ഒരു കമ്പനിയായിരുന്നു അത്. പിന്നെ ഈ രാവിലെ പോവുക, ഈ ബുള്ളറ്റിൽ പോകുമ്പോൾ ഹിന്ദി സിനിമയുടെ ഒരു ഭ്രാന്ത് കയറി നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ മുട്ടുവരെയുള്ള ബൂട്ട് ഉണ്ടാക്കി എന്നിട്ട് ജീൻസ് അതിൻ്റെ അകത്തിടും. അതേപോലെ അന്ന് ഡാനി ഡെൻസോപ്പയൊക്കെയാണ് അതിൽ അങ്ങനെ വരിക. എന്നിട്ട് ജാക്കറ്റ് ഊരി ഇങ്ങനെ കയ്യിൽ പിടിക്കുക, ഇങ്ങനെ നടക്കുക. അതങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു സംഭവം എനിക്ക് ഇല്ലായിരുന്നു. അല്ല, എനിക്കൊന്ന് MG കോളേജ് പഠിക്കുമ്പോഴാണ്, അതേ കാലത്താണ് ചേട്ടൻ BSc-ക്കാണ് പഠിക്കുന്നത്. മാത്സിനായിരുന്നു. ഞാൻ മാത്സാണ്. ലാലേട്ടനും ആ കോളേജിലാണ്. അതെ, കോമേഴ്സ് ആയിരുന്നു. മോഹൻലാൽ കോമേഴ്സ് ആയിരുന്നു. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. നിങ്ങൾ ഒരേ വർഷമുള്ളവരാണോ? എങ്ങനെയാണ്? ഒരേ വർഷം എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി
കഴിഞ്ഞിട്ട് ഞാൻ വേഗം എഞ്ചിനീയർ ആകാനുള്ളൊരു ത്വരയിൽ ഞാൻ AMI എഴുതാമെന്നും പറഞ്ഞ് പോയിട്ട് ചിന്മയ ക്ലാസ്സിൽ പോയി ചേർന്നു. ഞാൻ കുട്ടനായർ സാർ എന്ന് പറഞ്ഞ സാറ് പഠിപ്പിക്കും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്കത് പറ്റില്ല. പിന്നെ തിരിച്ചു വന്ന് BSc ചേർക്കാൻ. ശരി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലാല് 1 ഇയർ സീനിയർ. അപ്പൊ ഏജ് ഞങ്ങൾ ഒരു ഏജാണ്, ഒരു 4-5 മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിലായിരുന്നു, അതോ അന്നും നായകനും വില്ലനും ഒക്കെ ആയിരുന്നു? നായകനും വില്ലനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ മാഗസിൻ എഡിറ്ററായിട്ടൊക്കെ നിന്നിട്ട് മാഗസിൻ എഡിറ്ററായ ഒരാളാണ്. അപ്പൊ വേണമെങ്കിൽ കോളേജിൽ ഒരു കുട്ടി ഹീറോ കളിച്ചുകൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളറ്റിലൊക്കെ കറക്കുമ്പോഴോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. ഞാൻ മോഹൻലാല് SFIയുടെ ഭാഗമായിരുന്നു. അതെ. ഇപ്പൊ SFI എന്ന് പറയുമ്പം ഇന്നത്തെ പോലെ തന്നെ അന്ന് അതിൻ്റെതായിട്ടുള്ള ടെററും കാര്യങ്ങളും ബഹളവും അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയായിട്ട് അങ്ങനെ വലിയ അടിയും ബഹളവും നടന്നിരുന്നില്ല. ചേട്ടൻ അന്ന് DSP, ഞാൻ DSU. അന്ന് NSS ഒരു പാർട്ടി ഉണ്ടായിരുന്നു, NDP. അതിന്റെ വിദ്യാർത്ഥി സംഘടനയിലായിരുന്നു. ABVP അല്ല, എല്ലാവരും പറയും ഞാൻ ABVP ആണെന്ന്. ABVP ഉണ്ട്. ABVP ഇലക്ഷന് നിൽക്കില്ല. അപ്പൊ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ സംഘപ്രവർത്തനത്തിലുള്ളതാണ്. ഞാൻ ഋഷമംഗലം ശാഖയിലായിരുന്നു. ശിക്ഷകും ഒക്കെ ആയി. അങ്ങനെ മുഖ്യ ശിക്ഷക്ക് പക്ഷെ കുറച്ച് ഫ്യൂ ഡേയ്സേ ഇരിക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയിൽ വന്നു. പിന്നെ സിനിമയിൽ വന്നാൽ നമുക്ക് പിന്നെ ഈ ദൈനംദിനം ശാഖയിൽ പോവാന്നുള്ളൊരു സംഗതി വരില്ല. അപ്പൊ അന്നത്തെ കോളേജ് ജീവിതത്തിൽ താങ്കൾ ഹീറോയും മോഹൻലാൽ വില്ലനാണെന്ന് പറയാം. കാരണം 2 പാർട്ടി കാര്യം ഞാനൊന്ന് പാർട്ടിയുടെ പ്രസിഡന്റാണ്. കാര്യം ആകെ 4-5 പേരേ ഉള്ളൂ ആ പാർട്ടിയിൽ. അപ്പൊ പിന്നെ ഞാൻ എന്റെ പ്രസിഡന്റ് ആവാം. നിങ്ങൾ തമ്മിൽ വലിയ ക്ലാഷസ് ഒന്നും ഉണ്ടായില്ല. കാര്യം അവരുടെ ഒരു ബാച്ച് അവിടെ ഇങ്ങനെ കോമേഴ്സിന്റെ ആ ഭാഗത്തുണ്ടാവും. അവരുടെ സീനിയേഴ്സ് ഉണ്ട്. അന്ന് സ്ഥാനമൂർത്തി എന്നൊക്കെ പറഞ്ഞ സീനിയേഴ്സ്. പക്ഷെ സ്ഥാനമൂർത്തിയൊക്കെ ഞങ്ങളുടെ കമ്പനിയായിരുന്നു. സ്ഥാനമൂർത്തിയുടെ കൂടെ ഒരു ജയശങ്കർ ഉണ്ട്, നമ്മുടെ ഷാജി കൈലാസിന്റെ ബ്രദറിലോ ഇല്ലേ. അപ്പൊ ജയശങ്കറൊക്കെ ഞങ്ങളുടെ കമ്പനിയായിരുന്നു, ഈ DSUയിലുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു ബാച്ച് വേറെ പ്രത്യേക തരം ബാച്ചായിരുന്നു. എല്ലാ പാർട്ടിക്കാരും കൂടെ ഒരു ബാച്ചായിരുന്നു. കാലത്താണ് ജഗദീഷ് അവിടെ അധ്യാപകനായിട്ട് വരുന്നത്. ഞാൻ ഫൈനൽ ഇയർ പഠിക്കും, BSc ഫൈനൽ ഇയർ പഠിക്കും. അദ്ദേഹം M.Com കഴിഞ്ഞിട്ട് പുള്ളി SBTയിൽ എങ്ങാണ്ട് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. SBIയിലോ SBTയിലോ വർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ലെക്ചറായിട്ട് വന്നു. കോമേഴ്സ് ആയതുകൊണ്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു ടൂർ പോയപ്പം ഞങ്ങളുടെ കൂടെ വന്നു. എന്ന് വെച്ചാൽ അവിടെ SFIക്കാരോ ടൂർ നടത്തി. അപ്പോൾ അത് 10-40 പേരായിട്ട് കൺസെഷനുമായിട്ട്. അപ്പോൾ അവരുടെ കൂടെ പോവില്ല എന്നുള്ള എൻ്റെ വാശി. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളാകെ 10 പേരേ ഉള്ളൂ. പറഞ്ഞ 10 പേരെ നിങ്ങൾ 10 പേരെ അങ്ങനെ വിടാൻ നോക്കില്ല, ഒരു മാഷുമായിട്ട് വിടാൻ നോക്കില്ല, നിങ്ങൾ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് 2 സാറുമാർ വേണമെന്ന് പറഞ്ഞിട്ട് ജഗദീഷിനെ കൂടെ അന്ന് കൊണ്ടുവരികയാണ്. അങ്ങനെ ജഗദീഷിനെയും കൂടെ കൊണ്ടുപോയി. അധ്യാപകനാണ് അദ്ദേഹം. അന്ന് അധ്യാപകനാണ്. അന്നിങ്ങനെ മറ്റേ സഞ്ജീവ് കുമാർ നിൽക്കണോ അല്ലെങ്കിൽ ക്യാപ്പൊക്കെ വെച്ച് ഷോളൊക്കെ മൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മൾ കവൺ പാർക്കിലൊക്കെ പോയി ബാംഗ്ലൂർ. എന്നിട്ട് അവസാനം ആദ്യം വന്നത് ഞാനായിരുന്നു. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഞാനാണ് ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. സ്കൂളില് തല്ലികുളത്തിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. ഇല്ല, സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചില്ല. പക്ഷേ 4-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സിൻഡ്രല്ല എൻ്റെ മറ്റേ പ്രിൻസ് ചാമിങ് ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ സിസ്റ്റേഴ്സ് നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുള്ള. അന്ന് സിസ്റ്റർ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു, മോനെ ഇതൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഡാൻസോ പാട്ടോ പഠിപ്പിച്ചോളാം. കാര്യം പഠിപ്പ് കുറച്ച് ഉഴപ്പായിരുന്നു പണ്ട്. എന്നിട്ടും BSc മാത്സ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ആവറേജ് EQ ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു സാധനമാണ്. അത് എൻ്റെ വീട്ടിൽ എല്ലാവരും ഡോക്ടേഴ്സ് ആയിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഒരാൾ മണ്ടനായി പോവില്ലല്ലോ. അച്ഛൻ കേശവൻ നായർ, അമ്മ രാജലക്ഷ്മിയാണ്. P. രാജലക്ഷ്മി. അച്ഛൻ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. പിന്നെ മോശാവില്ല ഈ പറഞ്ഞു. അച്ഛൻ ആഫ്രിക്കയിലായിരുന്നു കുറെ കാലം. അതൊരു കഥ കേട്ടോ. എത്യോപ്യയില് കുറച്ച് കാലം ഉണ്ടായിരുന്നു. 10-15 വർഷം അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ചെറുതാണ്. അച്ഛനോടെ ഉണ്ടായിരുന്നു അവിടെ, വളരെ ചെറുതാണ്. അച്ഛനൊക്കെ അന്നത്തെ കാലമാണ്, ഒരു 70s 67 മുതലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അവരത്. അപ്പൊ അന്ന് ഞാനിങ്ങനെ 7 വയസ്സോ 6 വയസ്സോ 7 വയസ്സിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, അത്യാവശ്യം ഹിന്ദി പറയുന്ന. ഞങ്ങൾ കുറച്ച് പേര് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അമ്മയും അച്ഛനും ഒക്കെ ഗവൺമെന്റ് ഇതെന്താ അധ്യാപകരായിരുന്നെങ്കിലും ഞങ്ങൾ പഠിച്ചത് മിഷൻ സ്കൂളിലാണ്. അതെ, അല്ല ഈ പലർക്കും സന്തോഷം എന്ന് പറയുന്ന ആളെ കുറിച്ച് അത്ര വ്യക്തമല്ല. അവർക്ക് ഇപ്പോഴും പഴയ ആ വില്ലനാന്നുള്ളതേ ഉള്ളൂ. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന. GA ലാല് വന്നിരുന്ന, പണ്ട് എന്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഈ രാത്രി വന്ന് ചിലപ്പോൾ ഇരുന്ന് എഴുതുക. മരിച്ചുപോയില്ലേ GA ലാല്. അപ്പൊ അവിടെ വന്നിരുന്ന് എഴുതിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കൊള്ളൂ എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ പിന്നെ ചിലത് ചോദിക്കാൻ വെട്ടാൻ പറയും, ചിലത് പറയും ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി തരുമോന്ന് ചോദിക്കും. ഞാൻ ചെന്ന് ഇത് മേനോൻ സാറാണ് പറയുന്നത്, ഏതോ സീരിയലിന് വേണ്ടി എന്തോ എഴുതായിരുന്നു. ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പം ഒരു ഡയറക്ടർ ചോദിച്ചു ഇത് ആര് പറഞ്ഞു എന്ന്. അപ്പോൾ ഇങ്ങനെ സന്തോഷേട്ടൻ പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി ചോദിച്ചത്, അയാൾ 10-ാം ക്ലാസ് അല്ലേ,
പാസ്സായിട്ടുള്ളൂ. അങ്ങനെ ചോദിച്ച ഒരാളുണ്ട്, അതാരാണ്? പക്ഷെ ആളുടെ പേര് പറയില്ല. 10ാം ക്ലാസ് അല്ല, BSc മാത്സിൽ അല്ലേ, ഇച്ചിരി പഠിക്കാൻ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്സിഡറി, ഫിസിക്സ് സബ്സിഡറി. അവസാന സമയത്തെ എക്സാം എഴുതാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ച വീട്ടിൽ ഇരിക്കാറുള്ളൂ അവസാനത്തെ. എന്നിട്ട് പഠിക്കും, ജയിക്കും. കുറച്ച് നേരം പഠിച്ചിരുന്നെങ്കിൽ കുറച്ച് നേരം പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോ എഞ്ചിനീയർ ആവാമായിരുന്നു. എഞ്ചിനീയർ ആവുക എന്നുള്ളത് എൻ്റെ ഇതിലുണ്ടായിരുന്നല്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒന്നുകിൽ തൊപ്പി വയ്ക്കുക, ഇല്ലെങ്കിൽ രാജ്യം വിടുക എന്നുള്ളത്. തൊപ്പി വെക്കുക എന്ന് വെച്ചാൽ പട്ടാളക്കാരനാവും. അല്ല, പട്ടാളമല്ല, പോലീസുകാരനാവുക എന്നാണ് കാര്യം. കോളേജിൽ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്ന വാക്കിതാണ്, കാക്കയ്ക്ക് അളവ് കൊടുത്തിട്ടാണ് വന്നേക്കണമെന്ന് പറയും. അപ്പം അതും ആകാൻ പറ്റിയില്ല. അതാകാൻ പറ്റിയില്ല. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരുമാണ് ഇപ്പം മറ്റേ SP ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തത്. KK ബാലേന്ദ്രൻ, അവരെല്ലാം, അയ്യോ, ഇക്ബാല്, നമ്മുടെ വേഷമായിരുന്നു അവരെല്ലാം. അപ്പൊ ഒരു കൊതി തോന്നിയിട്ടുണ്ട്. അത് ആവശ്യമില്ല, സിനിമയിൽ ഒരുപാട് വേഷങ്ങളൊക്കെ നമ്മൾ DGP ആയില്ലേ, DGP വരായി, IG എന്നുള്ള പടത്തിൽ DGP. അതെ അതെ. പക്ഷെ അത് എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു സാധനമുണ്ട്. അത് അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു വേഷം ചെയ്യുമ്പോൾ അറിയാതെ ഒരു പിടുത്തം വരും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിന് നമുക്ക് ഒരു ചെറിയ ഞെളിച്ചിൽ വരും. പൊതുവെ ഒരു ഞെളിച്ചിലുണ്ട്, അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ അല്ലേ. അതെപ്പോഴും അങ്ങനെയാണ്, ഡ്രസ് ചെയ്ത് നടക്കുമ്പോഴൊക്കെ ഒരു ഇത് വരും, ഒരു കലയുണ്ട്. അത് ശീലിച്ചു പോയതാണ്. അത് ഈ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഇന്നിപ്പം ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞത് സർവ്വസാധാരണമാണ് എല്ലായിടത്തും. ഇപ്പൊ ജിമ്മ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമ്മുടെ കാലിനൊക്കെ ഒന്ന് വണ്ണം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് പലരുടെയും കാലെന്ന് പറഞ്ഞാൽ കോഴിക്കാലാണ്, ബോഡി ഉണ്ടാവും. എനിക്ക് കാലിനും വണ്ണമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ തടി ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഇവർക്കൊക്കെ ഷർട്ടിന്റെ ഒക്കെ അളവൊന്നും തന്നെയാണ്, ടീഷർട്ടും ഒക്കെ. പക്ഷേ കാലിന് അത് ഞാൻ ഉരുണ്ടിട്ടും പരന്നിട്ടുമാണ്. എനിക്ക് തൈസ് വണ്ണുണ്ട്. അപ്പൊ മുണ്ടൊക്കെ മടക്കി കുത്തുമ്പോ കാലും അതേ കട്ടക്ക് ഇങ്ങനെ നിൽക്കും. ഒരുപാട് അന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്തിരുന്നല്ലേ? ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് കുറച്ചും കൂടി പ്രയാസമായിരുന്നു തോന്നുന്നു. അന്നേരം സ്കോട്ട് ചെയ്യണം. ഇന്നുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. അപ്പൊ അധ്വാനിച്ചെടുത്ത ശരീരമാണ്, വെറുതെ അല്ല. പിന്നെ കുറെ നാച്ചുറൽ ബിൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വീട്ടിൽ തന്നെ ഈ വലിയ ബക്കറ്റില്ലേ, അലുമിനിയം ബക്കറ്റ്, അത് കിണറിൻ്റെ അകത്ത് കെട്ടിയിട്ടിട്ട് വെള്ളം കോരുക, തിരിച്ചിറക്കുക, അങ്ങനത്തെ ഒരു സൂക്കേടൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവരൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഒക്കെ ഈ 1 ടൺ വിറവൊക്കെ ഞങ്ങൾ 4 പേര് കീറുമായിരുന്നു. 4 പേര് ചേർന്നിട്ട് അന്ന് 40 രൂപ കിട്ടും. വെളിയിൽ കൊടുക്കുന്ന 40 രൂപ ഞങ്ങൾ വാങ്ങിക്കും 1 ടണ്ണ് കീറാൻ. അപ്പൊ അതിന്റെ ഒരു നാച്ചുറൽ ബിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയാണ് നമ്മുടെ കരുത്ത് അല്ലേ. പിന്നെ നമ്മുടെ അടുത്ത് ആരും ചോദ്യം ചെയ്യാനുണ്ടായിരുന്നില്ല. അന്ന് ഗ്രാൻഡ് ഫാദർ ഇവിടുത്തെ ലീഡിങ് ലോയറും അമ്മ മൈഷേട്ടായിരുന്നു. പിന്നെ അച്ഛൻ വെളിയിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന കാലം. ഒരു പവർ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഉണ്ട്, അന്നുണ്ട്. കാര്യം ഗ്രാൻഡ് ഫാദർ എന്തെങ്കിലും എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നടക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കഥ ഒരു തമിഴ് പടത്തിന്റെ റീമേക്കാണ് ശരിക്കും. പാലവനച്ചോല എന്ന് പറയുന്ന പടത്തിന് തമിഴ് ഇവിടെ PG വിശ്വംഭരൻ ഡയറക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് അതിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്? ആ പടത്തിന്റെ ഒരു പിന്നെ എൻട്രി എങ്ങനെ? കണക്ക് പറയാനെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. ഇവിടെ സിനിമ കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ച് ഇവിടെ നിന്ന് നേരെ കൊല്ലത്ത് വരും. കൊല്ലത്ത് അവിടെ തമിഴ് സിനിമ ഉണ്ടാവും. ഇവിടുന്ന് കൊല്ലത്ത് വരും, ബുള്ളറ്റിൽ വന്ന് കൊല്ലത്ത് നിന്ന് സിനിമ കണ്ടിട്ട് തിരിച്ചു വരും. ഇല്ലെങ്കിൽ നാഗർകോവിലിൽ പോയി സിനിമ കാണും. ഡെയിലി സിനിമ കണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. അല്ലാതെ ഷൂട്ടിംഗ് കാണാൻ പോവില്ല, താല്പര്യമില്ല. അതൊക്കെ മേളിലാണ്. അതിന്റെ അല്ലേ നമ്മൾ എന്തിനാൻ പോകണം? ഞാൻ വൈകിട്ട് 3-3.25 രൂപ കൊടുക്കുന്നുണ്ട് ബാൽക്കണി. ആ ചിന്തയാണ് എൻ്റെ മനസ്സിൽ. ഒരു മനസ്സിലേ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കാത്ത ശബ്ദം എന്തോ ഒരു പടം കാണാനായിട്ട് ശ്രീകാന്ത് കസ്തൂരിയിൽ കയറുമ്പോൾ, ഇന്നത്തെ രമ്യധന്യം എന്തോ ആണ്, അതിലോട്ട് കയറുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ ബാക്കിൽ വന്നിട്ട് അടിക്കുകയായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന്, നീ കലി കയറി ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ സിനിമ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ആക്കണാന്ന് ചോദിച്ചു. നമ്മുടെ തിരുവനന്തപുരം ഭാഷയുണ്ടല്ലോ, ആക്കണ. അപ്പം അഗര ചോദിച്ച വേല പറഞ്ഞ അഗരയല്ല, താല്പര്യം ഉണ്ടെങ്കിൽ നാളെ രാവിലെ പൂജപ്പുരയിൽ ഒരു ലോഡ്ജ് പോലെയാണ്, മന്ത്ലി റെന്റ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇത് വായിക്കാം. അന്നാണ് ഞാൻ ചിപ്പി എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അതിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് MG സോമന് വെച്ചിരിക്കുന്നു, ഒന്ന് വേണുനാഗുള്ളിക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ അത് എനിക്ക് ചെയ്യാം, മെഡിക്കൽ ഡോക്ടർ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്, മറ്റേ കോളേജ് സ്റ്റുഡൻറ്റും. അങ്ങനെ 3 പേരാണ് അതിൽ. ഞാൻ വായിച്ചു പോകുന്നു. അപ്പോൾ ഷൂട്ടിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ജാനുവരി, ഫെബ്രുവരി എന്ന് കഴിച്ചിട്ട് ഏപ്രിൽ, മാർച്ച് ആ അവധി സമയത്തോടെയാണ്. ശരി എന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ ശാന്തി കൃഷ്ണയാണ് അതിലെ ഹീറോയിനായിട്ട് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു, ഇത് നടക്കണില്ല, മാർച്ചായി ഏപ്രിലായി ഇങ്ങനെ പോവത്. അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഇവരുടെയൊക്കെ സിസ്റ്റേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഒരുപാട് പെൺകുട്ടികളുമൊക്കെ. അതിലേ പോകുമ്പോൾ ശാന്തികൃഷ്ണയുടെ ഹീറോ ഇങ്ങനെ വിളി തുടങ്ങി. അപ്പം ഞാനും ഇത് എന്തെങ്കിലും ചെയ്യണമല്ലോ.
ഇല്ലേ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് എക്സാമിന് പോണ ദിവസം അടുത്ത വീട്ടിലൊരു അമ്മാവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ കറങ്ങണമെന്നിട്ട് കാര്യമില്ല, ഇവിടെ പുതുമങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, നീ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, ഉച്ചയ്ക്ക് അവിടെ പോയി. ഒരു 1:30 മണിക്ക് ചെന്നപ്പോൾ അവിടെ നിറച്ച് ജനമാണ്. അപ്പോൾ പരീക്ഷ പോകും അവിടെ നിന്നാണ്. ഞാൻ നേരെ പരീക്ഷയ്ക്ക് പോയി. തിരിച്ചൊരു 4:45-5 മണിയായപ്പോൾ ഞാൻ വന്നു. അവിടെ വന്നിട്ട് സിഗരറ്റ് ഇങ്ങനെ ഇട്ട് പിടിക്കുന്ന സൂക്കേടുണ്ട് അന്ന് ഇങ്ങനെ ഇടുക. പിന്നെ അന്ന് ബുള്ളറ്റിൻ്റെ ചെയിൻ 2 ചെയിൻ, മറ്റേ നീളമുള്ള ചെയിനാണ്, 2 കീ ആയിട്ട്, ബാറ്ററിയും ഇഗ്നിഷനും സൈഡിൽ. അപ്പോൾ അതിങ്ങനെ നഞ്ചുക്ക് പിടിക്കുന്ന പോലെ പിടിക്കുന്ന സൂക്കേടുണ്ട്, സ്റ്റൈൽ. കോള. ഇത് കണ്ടിട്ട് മുരളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കയറണോ ആ സീട്ട് തന്നെ എത്തിയെന്ന് പറഞ്ഞിട്ട്. മുരളി എന്ന് പറഞ്ഞാൽ 6-ാം വാർഡിൽ ആഭ്യന്തര കലഹം, അത് പി ജി വിശ്വനാഥ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പം എനിക്കറിയില്ല, ഞാൻ അസോസിയേറ്റ് ആണ് മുരളി, ഞാൻ കയറ്റി വിടാൻ പാന്നോ, എന്നെ കൊണ്ട് കയറ്റി വിട്ടു. ബൈക്ക് ഓടിക്കുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ബൈക്കുണ്ട്. ആ ശരി, ഇവന് 3 ഡയലോഗ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 3 ഡയലോഗ് തന്നു. അപ്പം ഇത് ഇങ്ങനെ പറയണമെന്ന് അറിയുന്നു. എന്തായിരുന്നു? അപ്പം ഞാനിങ്ങനെ ഡോറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഓരോരുത്തർ എന്താണ് പറയുന്നത്, എങ്ങനെ കാണിക്കണേ. കാര്യം ഇത് കണ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രവീണൊക്കെ ഉണ്ട് അവിടെ ഏഷ്യാനെറ്റിലുള്ള, ആണല്ലേ ഇപ്പോഴത്തെ അവരുടെ വെളുത്തിട്ടുള്ള. ശരി. അപ്പം ഇവരൊക്കെ വലിയ മറ്റേ നാടകത്തിൽ അഭിനയിച്ച ഫോട്ടോസ്, ബഹളം. എൻ്റെ ഉള്ളത് 2-3 സിഗരറ്റും ഈ ചെയ്ത് മാത്രമാണ് എൻ്റെ. എന്നിട്ട് അതിൽ കയറി പോരുക. 6ാമത് കയറി ഞാൻ പിന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. മറ്റേ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സൊക്കെ എടുത്ത് കാണിച്ചു. പിന്നെ കാര്യം ഒരുപാട് പേര് ആ ചന്ദ്രൻ മുതലാളി തന്നതുണ്ട്, സുബ്രഹ്മണ്യൻ മുതലാളിയുടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റേ എടുത്ത് കാണിച്ചു. ഇല്ല, കുമാർ സാറിൻ്റെ, സുബ്രഹ്മണ്യ മുതലാളിയില്ല, കുമാർ സാർ, കുമാർ സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഒക്കെ കാണിച്ച് എന്നെ വിളിക്കൊണ്ടുവന്നാൽ പറഞ്ഞ്, അവൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കയറിയപ്പോഴേ അവൻ തന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ താഴെ ബഹളമുണ്ട്. വിഷമിച്ചേട്ടാ എപ്പോഴും പറയും, നിന്നെക്കാരനെ ഏറ്റവും കൂടുതൽ തെറിയേണ്ടത് ഞാനാണ്. ആദ്യം പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? എന്താന്ന് പറഞ്ഞു? പക്ഷേ എനിക്കൊരു 2000 രൂപ വേണം. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയാണ്. അവന് 2000 രൂപ കൊടുത്താൽ ഒരു ജോലി കിട്ടും, അതിനു വേണ്ടിയാണ് ആ പറയുന്ന സാധനം. എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? എനിക്ക് കുറച്ച് ചെലവുകളുണ്ട്. ആദ്യം പൈസ വന്നു, എന്തായാലും അത് നന്നായി. ആദ്യം പൈസയെ കുറിച്ചാണ് അല്ലേ ചോദിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അപ്പം മിക്കവാറും എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ മിക്കവാറും ചെയ്തിട്ടുള്ളതിൽ 95%, 99% മുതലാളിയുടെ മകനോ മുതലാളിയോ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൽ അല്ലെങ്കിലും അങ്ങനെ ആവാമല്ലോ. പക്ഷെ പിന്നീട് സാറ് പി ജി വിശ്വംഭരൻ ഒരു ടെററായിട്ടാണ്, ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള, ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ പിന്നിലാവ്, ഈ ലോകം, ഇവിടെ കുറേ മനുഷ്യർ, പിന്നെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, അല്ല സന്ധ്യയ്ക്ക് എന്തിന് സിന്ദൂരം, ഒക്കെ സിനിമകളിൽ അഭിനയിച്ചു. എന്താണ് അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ കണക്ക് നല്ല റാപ്പോർട്ട് ഉണ്ടായിരുന്നു? ഇഷ്ടമായിരുന്നു? എന്തോ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ ഇടയ്ക്ക് തെറി പറയും, തെറി പറയും, ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോവും, കുറച്ച് കഴിയുമ്പോൾ വിളിക്കും, ഇറങ്ങിപ്പോ നിന്റെ അടുത്തല്ലേ പറയാൻ പറ്റൂ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരു കാലം. അത് പറഞ്ഞ പോലെ ഒരു അടുപ്പം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ജോഷിയേട്ടനൊക്കെ ആണെങ്കിൽ തന്നെയും പണ്ട് കൗരവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് പറഞ്ഞ 1 മാസം ഷൂട്ടിൽ എൻ്റെ പടം മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവനെയും കൂടെ വെച്ചിട്ട് ആ പോസ്റ്റർ അടി ഒരു ഫോട്ടോ. അപ്പോൾ പറഞ്ഞ ജയിലെടുത്ത് പോയില്ല, 4 പേരെ അകത്താക്കിയില്ല. അപ്പോൾ ആ പോസ്റ്റർ അടിച്ചാൽ എങ്ങനെയെന്ന് 4 പേരെ പോയി, അവർ അകത്ത് കിടക്കണം. ഇപ്പം അവർ വെളിയിറങ്ങി, ഇവനെ കിട്ടിയില്ല, അങ്ങനെ ജോലി ഇല്ലാതിരിക്കുകയല്ലേ വിഷ്ണുവർദ്ധൻ. നാളെ ഫൈറ്റിൽ ഇവനകത്താക്കും, അപ്പോൾ ഒരു എക്സ്ട്രാ ഫൈറ്റുമായി, അപ്പൊ നമുക്കൊരു ക്യാരക്ടറായി. അപ്പൊ അങ്ങനത്തെ ഒരു പക്ഷെ അതിൽ മുഴച്ച് നിൽക്കണമില്ല, ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാവുന്ന ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. കാര്യം ക്യാരക്ടർ വേണം എന്ന് തോന്നിയിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്രൂപ്പ് വിട്ടു പോകരുത് എന്ന് തോന്നി കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാണ് അവർ. എന്ന് വെച്ചാൽ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനായിട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് അവരെ പറയാം, ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. പ്രിയനും ഒക്കെ ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊക്കെ അപ്പോഴും പറയും, പ്രിയൻ എൻ്റെ പടം കഴിയുമ്പോഴാണ് അവൻ വിളിക്കണമെന്ന് പറയും. മറന്നു പോകും പ്രിയൻ, അങ്ങനെ ഒരു സുഖമുണ്ട്. രണ്ടാമത്തെ പടത്തിൽ എനിക്ക് തോന്നുന്നു നാണയമാണെന്ന് തോന്നുന്നു. അല്ല, നാണയം ഐവിശേഷി. അതിനകത്താണ് മമ്മൂക്കയും മോഹൻലാലും വരുന്ന. മോഹൻലാലുണ്ട്. അല്ല, അതിന് മുമ്പ് ഉള്ളത് മറ്റേ ഇത് പിന്നിലാവ്. അതെ, അത് പിന്നെ സെഞ്ചുറിയുടെ ആയതുകൊണ്ട് പിന്നെ സെഞ്ചുറി മിക്കവാറും അതിൽ അഭിനയിക്കണവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കും. മമ്മൂക്ക എന്നാണ് ആദ്യമായിട്ട് കാണുന്നത്? മമ്മൂക്കയെ ഞാൻ കാണുന്നത് പിന്നിലാവിന് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്? അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പുള്ളി അങ്ങനെ പറയണ പോലെ സംഭവമൊന്നുമില്ല. അന്ന് പിന്നെ അത്രയ്ക്ക് ചാടിയുമ്പോഴൊന്നും അല്ല, എന്നാലും ഒരു ഹാഫും ഉണ്ടാക്കും. അല്ലെ അവിടെ ഇരുന്ന് സീട്ട് വലിക്കും, നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മളും സീട്ട് വലിക്കും. അതിനിപ്പോ പ്രശ്നമൊന്നുമില്ല. അല്ല, ഇവരില്
പലപ്പോഴും ഒരു ക്ലാഷ് ഉണ്ട്. ഇപ്പൊ താങ്കളിപ്പം പഠിച്ചതുകൊണ്ടോ കോളേജിൽ പഠിച്ചതുകൊണ്ടായിരിക്കും മോഹൻലാലിന് ഒപ്പം ലാലു എന്ന് വിളിക്കാൻ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതായിരിക്കും. അതെ. പക്ഷെ ഇവരിലെ കൂടുതൽ ഇഷ്ടം താങ്കൾ എല്ലാവരും പറയുന്നത് മോഹൻലാലിനോടാണ് താങ്കളുടെ ഏറ്റവും ഇഷ്ടം. താങ്കൾക്ക് മോഹൻലാലിനോടാണോ കൂടുതൽ ഇഷ്ടം? മോഹൻലാലിനാണോ അത് ചോദിക്കുകയാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് നടന്മാരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പ്രശ്നമാവും. അതെ, സ്വാഭാവികമായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആ ചോദ്യം അങ്ങ് കളയുന്നില്ലല്ലേ. ബുദ്ധിപരമായ ഒരു ബുദ്ധിപരമായ ഒന്നുമില്ല. കാരണം ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇപ്പം മോഹൻലാലിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ അടുത്ത പടം വരുന്നോ, മമ്മൂട്ടിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ അടുത്ത പടം വരുന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് എടുത്തിട്ടുണ്ട് ലാലേട്ടനെ പറ്റി എന്ന് പറഞ്ഞ് പണ്ട് നമ്മുടെ യദു. അപ്പൊ എടുത്തപ്പോഴത്തേക്ക് അതിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുണ്ടായിരുന്നു, പറഞ്ഞു. അപ്പം നമ്മൾ ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഇല്ലെങ്കിൽ വേറൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ രണ്ട് ഇഷ്ടവും തമ്മിൽ വ്യത്യാസം വരാം, താല്പര്യങ്ങൾ തമ്മിൽ വ്യത്യാസം വരാം. ചിലപ്പോൾ അയാൾ എന്നെ കാണുന്ന രീതിയായി അയാൾ വിചാരിക്കുന്ന രീതിയിലും ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത്. അപ്പോൾ അയാളുടെ മനസ്സിൽ ചിലപ്പോൾ അത്രയ്ക്കൊരു ഇത് തോന്നാതിരിക്കാം. അത് അങ്ങനെ വരുമ്പോൾ എനിക്കത് ആണോ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലേ എന്ന് എനിക്കിങ്ങനെ തോന്നാം. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇല്ലെങ്കിൽ അതിന് വേണ്ടി ഞാൻ എന്നെ മാറ്റണം. അത് അയാളുടെ താല്പര്യത്തിന്, മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ ജയറാമിൻ്റെയോ സുരേഷ് ഗോപിയുടെയോ താല്പര്യത്തിന് ഞാൻ എന്നെ മാറ്റണം. അങ്ങനെ മാറ്റുന്ന ഞാൻ പിന്നെ എന്തിനാണ് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞ് നടക്കുന്നത്? വേറെ ഏതെങ്കിലും പേര് വിളിച്ചാൽ പോലെ എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഇങ്ങനെ സോപ്പിട്ടിട്ട് നടക്കുന്നത് ഞാനാണ്. ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് ലാലു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന എന്നോട് ലാലു ഒന്ന് ഞാൻ ഇങ്ങനെ ഒരു ആക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പോയി. അത് പറ്റില്ല എന്നല്ല, ഞാനത് കാണിക്കുന്നത് തന്നെ ഒരുമാതിരി കള്ളമാണെന്ന് കാണുന്നവന് മനസ്സിലാവും. കാര്യം എൻ്റെ ഒരു ബോഡി ലാംഗ്വേജോ എൻ്റെ ഒരു ശബ്ദമോ അതിന് പറ്റിയതോ ഒന്നുമല്ല ഈ വിനയ കുനിയനായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ അങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാം. നമുക്ക് ജീവിതത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എവിടെയും അല്ലേ. ഞാനിങ്ങനെയാണ്. അത് പഴയ ഡയറക്ടേഴ്സിനോ പഴയ പ്രൊഡ്യൂസേഴ്സിനോ അറിയാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ സെറ്റായിരിക്കും. പിന്നെ നമ്മൾ തന്നെ ആയിരിക്കും അത് തീർക്കണ്ടേ, അത് കഴിഞ്ഞോ, ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളായിരിക്കും വിളിക്കുക. ഇന്ന് എവിടെയെങ്കിലും വിളിച്ച് ചോദിക്കുന്ന പരിപാടിയുണ്ടോ? ഷെഡ്യൂൾ മാറി ഷെഡ്യൂൾ പറയാമെന്ന് പറഞ്ഞാൽ പറയട്ടെ. പഴയ ആർട്ടിസ്റ്റ് ആരും പറയുന്നതായിട്ട് എനിക്കറിയില്ല. അപ്പം അവർ തമ്മിൽ ഭയങ്കര ഒരു ഇതുണ്ട്. ഇപ്പോൾ പൊന്നമ്മ ചേച്ചി, മറ്റേ നമ്മുടെ സുകുമാരിയമ്മ, മീനാമശി, ഇവരൊക്കെ ഉള്ള സമയത്ത് പൊടിമോള് ഇവരൊക്കെ ഉള്ളപ്പോഴും ഇവരുടെയൊക്കെ മുറിയിലൊക്കെ നമ്മൾ സാധാരണ വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തട്ടി പാതിരാത്രിയൊക്കെ തട്ടി വെള്ളമായി ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇപ്പം സന്ധ്യാസമയത്ത് ഒരു മുറി ചെന്ന് തട്ടാൻ പറ്റും ഒരു ആർട്ടിസ്റ്റ്? തട്ടിയാൽ വേറെ പറ്റില്ല. അതങ്ങനെയാണ്. പഴയ ആ ബന്ധമൊന്നുമില്ല. പണ്ട് നമ്മുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ കൂടുതൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഇരിക്കുന്നവർ കൂടെയാണ്. ഞാൻ 90-ൽ എനിക്ക് വയറും വയ്യാതൊക്കെ ഞാൻ വളരെ മെലിഞ്ഞിരുന്നു വിഷ്ണു ലോകത്തിന്. അപ്പോൾ എനിക്ക് വയറ് വിശന്നിരിക്കാൻ വയ്യ, ഇടയ്ക്ക് ഇത് വേണം. അപ്പോൾ സുമാ ചേച്ചി ഉച്ചയ്ക്ക് വന്നിട്ട് കഞ്ഞി അവിടെ എടുത്ത് കോരി വച്ചിട്ട് പോകും ഫോർട്ട് പാലസ്. അതെന്തിനാണ് അവർ ചെയ്യുന്നത്? അപ്പോൾ ഫൈറ്റ് എടുക്കണം. അപ്പോൾ ലാലിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇടി കൊള്ളിക്കണം. അപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ ലാലിനെ. ഞാൻ പിന്നെ കിടക്കുക ലൊക്കേഷനിൽ പോലും. അപ്പോൾ ലാല് പറഞ്ഞു നീ കൈ വെച്ചിട്ട് തൂങ്ങിക്കിടന്നോന്ന് പറഞ്ഞു. അത് ഞാൻ തൂങ്ങിക്കിടന്നിട്ട് ലാലാണ് തിരിയുന്ന ഫുൾ എൻ്റെ വെയിറ്റുമായിട്ട്. അപ്പോൾ അത്രയ്ക്ക് കോപ്പറേറ്റ് ചെയ്യുന്ന ആളും ഉണ്ട്. ലാല് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ലാൽ എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒരാൾ വേദന എന്ന് പറഞ്ഞാലും പറയും വിളി പറയരുതെന്ന്. നമ്മളിത് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മളിതിനാ പൈസ മേടിക്കണം പറയരുത്. മുറി പോയിട്ട് കാണിച്ചാൽ മതി. പുറം മുഴുവൻ പുള്ളിയിരിക്കുമ്പോഴും പറയുന്ന വാക്കാണ്. അതാണ് ജഗതി വർക്കെന്ന് പറഞ്ഞ. അവിടെ ആരുമില്ല, ദൈവം പോലും ഉണ്ടാവും. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ വലിയ ആൾക്കാരാണ്, വലിയ ആർട്ടിസ്റ്റുകളാണ്. ചെറിയ ഇത് ഉള്ളപ്പോഴത്തേക്ക് ഒരുപാട് കാണിക്കുന്നവരുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഔട്ട്ഡോറിലായിരിക്കും അത് കൂടുതൽ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതെന്തോ വലിയൊരു സംഭവമാണ്, എനിക്കിത് ഇങ്ങനെ പറ്റിയിട്ടും ഞാൻ നിൽക്കണു പറയണതിൽ കാര്യമൊന്നുമില്ല. അവൻ്റെ പുറത്ത് പറ്റിയിട്ടുണ്ട്, ഞാൻ ഒന്നും കാണിക്കാറുമില്ല, ഒന്നുമില്ല. അതെ, ലാലേട്ടനുമായിട്ടുള്ളൊരു ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് താരാൻ മാസ്റ്റർ പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, കമ്പി മുറിച്ചു വിടാൻ പറഞ്ഞതല്ലേ? അല്ല, മുളമൂട്ടിലടിമ എന്ന് പറയുന്ന പടത്തില് അവസാന ഭാഗത്ത് നിങ്ങളുടെ ഒരു ഫൈറ്റ് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തു. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ 100-400 അടിക്കുള്ളില് ഫിലിമുള്ളൂ. 150-200 അടി മറ്റേ ഇത് വേണം, ഫൈറ്റ് വേണം, ലെങ്ത്. ആ ലെങ്ത് ഫൈറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ മാസ്റ്റർ തന്നെയാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. പുള്ളി സ്വിച്ച് ഇടുള്ളൂ, ആക്ഷൻ സ്റ്റാർട്ടില്ല. ആക്ഷൻ, കട്ട്.
ഇങ്ങനെ പറഞ്ഞ് ഒറ്റ ഷോട്ടിൽ ഒരു പഞ്ച് വീതം എടുത്തിട്ട് ആ ഫൈറ്റ് തീർത്തു പോയി ഞങ്ങൾ ബാംഗ്ലൂർ പാലസിൽ നിന്ന് രാത്രി. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതെ, അതാണ് അതിനകത്തുള്ള വളരെ രസകരമായ ഫൈറ്റുമാണ് ഫൈറ്റ് അല്ലേ? ആ. ഈ പറഞ്ഞ സഹകരണങ്ങളാണ് അതിന്റെയൊക്കെ അടിസ്ഥാനങ്ങൾ. എൻ്റെ ഒരു വലിയ വടിയും ലാലിൻ്റെ 2 കമ്പുമായിരുന്നു. വളമുട്ടലടിയും. അതെ അതെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലും ഞാനും കൂടെ അയിത്തത്തിൽ വടിത്തല്ല് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഡൂപ്പില്ലാതെ ചെയ്തല്ലേ. അത് പഠിച്ചിരുന്നു അതിന് മുമ്പ്? പഠിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് ശാഖയിലൊക്കെ പഠിച്ചിരുന്നു. ഞാൻ കളരി പോകുന്ന സമയത്ത് അറിയായിരുന്നു, വടി കറക്കുമായിരുന്നു. അത് വെച്ചിട്ട് ഇല്ല, ബെൽറ്റ് വാളും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് പുറത്ത് പോകുമ്പോൾ. ആണോ? ഒരു കാലത്ത് കോളേജിൽ പോകുമ്പോൾ മറ്റവരും വല്ലവരും താങ്ങിയാലും. അപ്പോൾ പഴയ അതുകൊണ്ടല്ല അത് ബെൽറ്റ് വാൾ എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമഫോണിന്റെ സ്പ്രിങ്ങാ, അതിലൊരു കയറ് ചുറ്റി വെച്ചേക്കെങ്കിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ. അത് എല്ലാ കോളേജിലും എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കോളേജിലൊന്നും. പക്ഷേ അന്നത്തെ SFIക്കാരെന്ന് പറയുന്ന കുറച്ച് പേര് എൻ്റെ ബാച്ച് തന്നെ ആയിരുന്നു പണ്ട്. മറ്റേ കോൺവെന്റിലൊക്കെ പഠിച്ചവർ തന്നെ ആയിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവർ തന്നെ ഇരുന്നിട്ട് പറയും, ഇന്ന് സന്തോഷ് ഷർട്ട് വെളിയിലിട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഷർട്ട് വെളിയിലിട്ടാൽ അകത്തെന്തുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആയിരിക്കും, അവിടെ ആൾ കൂടി ഇരുന്നാൽ ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഷർട്ട് വെളിയിലിട്ടേക്കും. ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഷർട്ട് വെളിയിലിടും. ഷർട്ട് വെളിയിലിട്ട പ്രശ്നമില്ല. അപ്പോൾ സാധനം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു ബലമാണ്. ചപ്പടാച്ചി കാണിച്ച് രക്ഷപ്പെടണ്ടേ. കാര്യം കോളേജിൽ നിന്ന് തല്ല് കൊള്ളാതെ ഇറങ്ങിയ കുറെ പേരിൽ ഞാനൊക്കെ ഉള്ളതാണ്. ശരിക്കും നമ്മൾ ഇന്ന് ഗുണ്ടയെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഇതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അല്പം പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തല്ലുവല്ലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഇല്ല എന്ന് പറയില്ല, ഞാനില്ലാന്ന് ഞാൻ പറയില്ല. കാരണം കൊണ്ടോണ്ട് വീട്ടിൽ ചെല്ലാൻ പറ്റാത്തതിന്റെ കുഴപ്പമുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വീട്ടിൽ കയറ്റൂല, കൊണ്ടോണ്ട് വീട്ടിൽ പോയാൽ. അപ്പോൾ പിന്നെ കൊടുത്തിട്ട് തന്നെ പോകും.